2020 ലോകകപ്പ് ഫൈനലിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ കപ്പെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം മലയാളികളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സഞ്ജു സാംസൺ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആകുമോ, ടൂർണമെൻറ്റിൽ താരമാകുമോ എന്ന ആകാംക്ഷയാണ്. ICCയുടെ ചുരുക്കപ്പട്ടികയിൽ 8 കളിക്കാരാണുള്ളത്. അതിൽ ഇന്ത്യയിൽ നിന്ന് സഞ്ജു സാംസൺ മാത്രമാണുള്ളത്. മറ്റ് ഒരുപാട് മികച്ച കളിക്കാരുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ വിൽ ജാക്സ് ഉണ്ട്, പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ എൻഗിഡിയും അവരുടെ ക്യാപ്റ്റൻ മർക്രമുണ്ട്, ന്യൂസിലാൻഡിൻ്റെ രജിൻ രവീന്ദ്രയും ടിം സെയ്ഫേർട്ടും ഉണ്ട്, അമേരിക്കയുടെ ഷാദ്ലി ഉണ്ട്, പാകിസ്ഥാൻ്റെ ഓപ്പണർ ഫർഹാനുണ്ട്. ഇങ്ങനെ 8 പേരുടെ ഒരു ചുരുക്കപ്പട്ടികയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന വിൽ ജാക്സിനാണ്. വിൽ ജാക്സ് 226 റണ്ണും 9 വിക്കറ്റും എടുത്തിട്ടുണ്ട്. 226 റണ്ണ് അടിച്ചിട്ടുണ്ട്, 9 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4 തവണ മാൻ ഓഫ് ദി മാച്ചായിരുന്നു, പ്ലെയർ ഓഫ് ദി മാച്ചായിരുന്നു. സഞ്ജു സാംസൺ കഴിഞ്ഞ 2 കളികളിൽ, അതായത് വെസ്റ്റ് ഇൻഡീസിനെതിരായ അവസാന സൂപ്പർ 8 മത്സരത്തിലും സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെയും മികച്ച കളിയാണ് കളിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റണ്ണുമായി പുറത്താകാതെ നിന്നു. കഴിഞ്ഞ കളിയിൽ 89 റൺ അടിച്ചു. 2 കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് സഞ്ജു സാംസൺ ആയിരുന്നു. അപ്പോൾ 2 തവണ പ്ലെയർ ഓഫ് ദി മാച്ചായിരുന്നു. അദ്ദേഹത്തിന് വെറും 4 മത്സരങ്ങളിൽ മാത്രമാണ് കളിക്കാൻ അവസരം കിട്ടിയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും 4 മത്സരങ്ങൾ മാത്രം കളിക്കാനാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അതിൽ സഞ്ജു 232 റണ്ണാണ് മൊത്തം അടിച്ചെടുത്തത്. 77.33 എന്ന ഉഗ്രൻ ശരാശരിയാണ് അദ്ദേഹത്തിൻ്റേത്. 201 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്. ഏതാണ്ട് ഒരു പന്തിൽ 2 റണ്ണ് വീതം അദ്ദേഹം അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 201 റണ്ണിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടാണ് സഞ്ജു കളിക്കുന്നത്. സഞ്ജുവിൻ്റെ കളി മികച്ചതാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരെയും നമ്മൾ പറയണം, ചുരുക്കപ്പട്ടികയിൽ ആരും മോശക്കാരല്ല. എല്ലാവരും ഇപ്പോൾ ഫർഹാനാണെങ്കിൽ 383 റണ്ണ് അടിച്ചിട്ടുണ്ട് ടൂർണമെൻറ്റിലൊട്ടാകെ. അവർ സെമി ഫൈനലിൽ പോലും എത്തിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. 2 സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അതിൽ. അതുപോലെ ഓരോരുത്തരും ഇപ്പോൾ കളിക്കാരൻ, ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായ അമേരിക്കയുടെ ബൗളർ ഷാദ്ലി 13 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ആ ചുരുക്കപ്പട്ടികയിൽ തന്നെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ എൻഗിഡി 12 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 വിക്കറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ 3 കളിയിൽ നിന്ന് 13 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഷാദ്ലി. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. ദക്ഷിണാഫ്രിക്കയുടെ എയ്ഡൻ മർക്രം, അവരുടെ ക്യാപ്റ്റൻ, 283 റണ്ണ് മൊത്തം അടിച്ചിട്ടുണ്ട്, 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. മികച്ച കളി മർക്രവും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്ന് അറിയില്ല. നമുക്ക് കിരീട നേട്ടം എന്ന മധുരത്തോടൊപ്പം ഒരു അതിമധുരമായി സഞ്ജു സാംസണിൻ്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കൂടി കിട്ടിയാൽ ഗംഭീരമാണ്. ഇന്നേ വരെ ഒരു മലയാളി താരത്തിനും എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത ലോക കിരീടം എന്ന നേട്ടവും, ഒപ്പം ആ ലോക കിരീടത്തിൻ്റെ പ്രധാന നിർണായക സംഭാവന നൽകിയിട്ടുള്ള പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി സഞ്ജു കൂടി വന്നാൽ അത് ഗംഭീരമായി. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ആ നേട്ടം കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യ ലോക കിരീടം ആദ്യം നേടട്ടെ, അതിനൊപ്പം സഞ്ജു കൂടി പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആകട്ടെ.